ഇസ്രായേൽ പലസ്തീനിൽ നടത്തുന്ന കൊടും ക്രൂരതയ്ക്കിടയിൽ ഗസ മേഖലയിലെ പൗരന്മാരെ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ ദക്ഷിണ സുഡാൻ എന്ന രാജ്യത്തേക്ക് സ്ഥലം മാറ്റുന്നതിനെക്കുറിച്ചുള്ള വാർത്തകൾ സമീപകാലങ്ങളിൽ നിരവധിയായിട്ട് പുറത്തു വരികയാണ്. ഇത് പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം 22 മാസങ്ങളായി തുടരുന്ന ഇസ്രായേലിൻ്റെ അധിനിവേശം ഗസയിൽ 2.1 ദശലക്ഷം ജനസംഖ്യയാണ് അതിരൂക്ഷമായ ദുരിതത്തിലേക്ക് തള്ളിവിട്ടത്. 90% ആളുകൾക്കും വീടുകളും നഷ്ടപ്പെട്ട് അഭയാർത്ഥികളായി മാറി. ശുദ്ധജലത്തിൻ്റെ ലഭ്യത വളരെ പരിമിതമാണ്. ഭക്ഷണമില്ലാത്തത് കാരണം ജനങ്ങൾ ക്ഷാമത്തിലും. 2025 ഓഗസ്റ്റ് വരെയുള്ള കണക്കുകൾ പ്രകാരം പോഷകാഹാരക്കുറവ് മൂലം നിരവധി മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അതും ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെടുന്നത് കുട്ടികളെയാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഗസയിലെ ജനസംഖ്യയുടെ ഭൂരിഭാഗത്തെയും മറ്റൊരു രാജ്യത്തേക്ക് സ്ഥലം മാറ്റുന്ന പദ്ധതിയായിട്ട് മുന്നോട്ട് വരുന്നത്. സ്വമേധയാ ഗസ വിട്ടു പോകാൻ താല്പര്യമുള്ളവർക്ക് പുതിയ സ്ഥലങ്ങൾ കണ്ടെത്താനും ചില രാജ്യങ്ങളുമായി ചർച്ചകൾ നടത്തിയതായിട്ടും നെതന്യാഹു വെളിപ്പെടുത്തുന്നുണ്ട്. ഗസയിലെ ജനങ്ങൾ അവിടെ നിന്നും മാറ്റി ശേഷിക്കുന്നവരെ ശത്രുക്കളായി നേരിടുകയാണ് ഉചിതമെന്ന് ഇസ്രായേൽ TV ചാനലിന് നെതന്യാഹു നൽകിയൊരു അഭിമുഖത്തിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഗസയിലെ ആളുകൾ സ്വന്തം താല്പര്യത്തോടെ പോകാൻ തയ്യാറാണെന്നുമാണ് നെതന്യാഹു വാദിക്കുന്നത്. അപ്പോൾ ഈ ആശയത്തിൻ്റെ തുടക്കം എന്ന് പറയുന്നത് US മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ നിർദ്ദേശത്തിലാണ്. എങ്കിലും പിന്നീട് ട്രംപ് ഇതിൽ നിന്ന് പിന്മാറുകയായിരുന്നു. കഴിഞ്ഞ മാസങ്ങളിൽ ദക്ഷിണ സുഡാനിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി ഇസ്രായേൽ പ്രതിനിധികൾ സമ്പർക്കം പുലർത്തിയതായാണ് പല റിപ്പോർട്ടുകളും പുറത്തുവരുന്നത്. 2025 ജൂലൈയിൽ ദക്ഷിണ സുഡാൻ വിദേശകാര്യ പ്രതിനിധികൾ ഇസ്രായേൽ എത്തിയപ്പോൾ ഈ വിഷയം ചർച്ചയായിരുന്നു. ഗസയിലെ പലസ്തീനികളെ ദക്ഷിണ സുഡാനിലേക്ക് കൊണ്ടുപോകുന്ന സാധ്യതകൾ പരിശോധിച്ചതായും പല സ്രോതസ്സുകളും വ്യക്തമാക്കുന്നുണ്ട്. നിരവധി ഇസ്രായേൽ ഉദ്യോഗസ്ഥർ പലസ്തീനികളെ നിർബന്ധിതമായി സ്ഥലം മാറ്റണമെന്ന ആവശ്യമായിട്ടാണ് മുന്നോട്ട് വന്നത്. ഇസ്രായേലിൻ്റെ തീവ്ര വലതുപക്ഷ രാഷ്ട്രീയക്കാരാണ് ഈ നിർദ്ദേശത്തിന് ആക്കം കൊടുക്കുന്നത്. ദക്ഷിണ സുഡാൻ കൂടാതെ ഇസ്രായേലും US ചേർന്ന് സുഡാൻ, സൊമാലിലാൻഡ് തുടങ്ങിയ രാജ്യങ്ങളുമായും സമാന ചർച്ചകൾ നടത്തിയതായിട്ടാണ് അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ ചർച്ചകളുടെ നിലവിലെ അവസ്ഥ കൃത്യമല്ലെങ്കിലും 2025 മാർച്ചിൽ തന്നെ സൊമാലിയയും സൊമാലിലാൻഡും ഈ നിർദ്ദേശങ്ങൾ തള്ളിയിരുന്നു. എന്നിരുന്നാലും ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസോ വിദേശകാര്യ വകുപ്പോ ഈ വിഷയത്തിൽ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടുമില്ല. ദക്ഷിണ സുഡാൻ വിദേശകാര്യ മന്ത്രാലയം ഈ റിപ്പോർട്ടുകളെ തീർത്തും നിഷേധിക്കുകയും ചെയ്തിട്ടുണ്ട്. അത്തരം ചർച്ചകൾ നടന്നിട്ടില്ലെന്നും പ്രസ്താവിക്കുന്നു. പറഞ്ഞു വരുമ്പോൾ ഇതൊരു വംശീയ ശുദ്ധീകരണത്തിൻ്റെ രൂപമാണെന്നൊക്കെ പറഞ്ഞു വെക്കാം. പക്ഷെ സത്യം പറഞ്ഞാൽ അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് വിരുദ്ധമാണിത്. മനുഷ്യാവകാശ സംഘടനകൾ ചൂണ്ടിക്കാട്ടുമ്പോൾ 1948 നെക്ബയുടെ ഒരു ആവർത്തനമാകുമോ എന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ചോദ്യം. ഇതേസമയം ഗസയിലെ പലസ്തീനികളെ പുറത്താക്കുന്നതിനെക്കുറിച്ച് ഈജിപ്ത് ശക്തമായി വിരോധിക്കുകയും ഇസ്രായേൽ ദക്ഷിണ സുഡാൻ ചർച്ചകളെക്കുറിച്ച് മാസങ്ങളായി അറിവുണ്ടെന്നും ഇത് തടയാൻ ശ്രമിക്കുന്നതായും ഈജിപ്ഷ്യൻ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു. അതേസമയം തന്നെ തങ്ങളുടെ അതിർത്തിയിലേക്ക് അഭയാർത്ഥികളുടെ വൻതോതിലുള്ള ഒഴുക്കുണ്ടാകുമോ എന്ന ഭീതിയും ഈജിപ്തിനുണ്ട്. പലസ്തീൻ അധികാരികൾ എന്ത് തന്നെയായാലും ഈ ഒരു നാടുകടത്തലിന് നിൽക്കില്ല. പക്ഷേ ഹമാസ് ഇതുവരെ ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല. US ഈ വിഷയത്തിൽ നിന്ന് നിലവിൽ ഒഴിഞ്ഞു മാറിയിട്ടാണുള്ളത്. ഇനി ഇങ്ങനൊരു നാടൊഴിപ്പിക്കലിന് തന്നെ ഇസ്രായേൽ മുതിരുകയാണെങ്കിൽ സുഡാനിലെ അവസ്ഥ പരിശോധിക്കുമ്പോൾ ദീർഘകാലമായ ആഭ്യന്തര സംഘർഷങ്ങളും രാഷ്ട്രീയ അസ്ഥിരതയും നേരിടുന്ന ദക്ഷിണ സുഡാൻ യുദ്ധഭീതിയിലകപ്പെട്ട മറ്റൊരു പ്രദേശത്തു നിന്നുള്ളവരെ സ്വീകരിക്കുന്നത് അതിലും വലിയ പ്രശ്നമാണ് സൃഷ്ടിക്കുക. 2013 സ്വാതന്ത്ര്യം ലഭിച്ച് 13.4 ദശലക്ഷം ജനസംഖ്യയുള്ള ഈ രാജ്യം ആഭ്യന്തര യുദ്ധങ്ങൾ കൊണ്ടും രാഷ്ട്രീയ പ്രശ്നങ്ങൾ കൊണ്ടും ഇപ്പോഴും പ്രതിസന്ധിയിലാണ്. ലക്ഷക്കണക്കിന് ആളുകൾ കൊല്ലപ്പെടുകയും ക്ഷാമവും അസ്ഥിരതയും ഇപ്പോഴും നിലനിന്നു പോകുന്നു. അന്താരാഷ്ട്ര സഹായത്തെ ആശ്രയിച്ച് തന്നെയാണ് ഈ രാജ്യം നിലനിൽക്കുന്നത് പോലും. ട്രംപ് ഭരണകാലത്ത് വിദേശ സഹായം വെട്ടിക്കുറച്ചത് ഈ രാജ്യത്തെ വലിയ രീതിയിൽ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. സുഡാനിലെ യുദ്ധം കാരണം നിരവധി അഭയാർത്ഥികളെ ദക്ഷിണ സുഡാനാണ് സ്വീകരിച്ചു വരുന്നത്. ഗസയിലെ മുസ്ലിം അറബ് പശ്ചാത്തലമുള്ളവരെ ഇവിടെ പുനരധിവസിക്കുന്നത് ക്രിസ്ത്യൻ ആനിമിസ്റ്റ് സമൂഹങ്ങളുമായി പുതിയ സംഘർഷങ്ങൾക്ക് വഴിയൊരുക്കുമെന്നുള്ളതാണ് മറ്റൊരു വലിയ ചോദ്യചിഹ്നം.